ഓം ശ്രീ ഗം ഗണപതി നമ. ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ മാസഫലമാണ് പറയുന്നത്. ചിങ്ങം രാശിക്കൂറായ മകം, പൂരം, ഉത്രങ്കാല് നക്ഷത്രക്കാരുടേതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക. തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ്. വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് കേൾക്കുക. ഈ മാസം ചിങ്ങക്കൂറുകാർക്ക് സൂര്യൻ ഡിസംബർ 15 വരെ വൃശ്ചികം രാശിയിൽ 4-ാം കൂറിലും ശേഷം ഡിസംബർ അവസാനം വരെ ധനുരാശിയിൽ 5-ാം കൂറിലുമാണ് സഞ്ചരിക്കുന്നത്. ശുക്രൻ ഡിസംബർ 2-ന് മകരം രാശിയിൽ 6-ാം കൂറിലും ഡിസംബർ 28-ന് കുംഭം രാശിയിൽ 7-ാം കൂറിലും പകരും. സാമ്പത്തികമായി ഈ മാസം വരവ് ചെലവ് തുല്യമായിരിക്കും. സർക്കാർ ജോലിയിൽ സ്ഥാനമാറ്റമോ പ്രമോഷനോ ലഭിച്ചേക്കാം. വീടെടുക്കുന്നതിന് വേണ്ടിയോ വീട് പുതുക്കി പണിയെടുക്കുന്നതിന് വേണ്ടിയോ പ്രവൃത്തിയിൽ മുഴുകേണ്ടതായിട്ട് വരും. ജോലിക്ക് വേണ്ടി വേറൊരു സ്ഥലത്തേക്ക് താമസം മാറേണ്ടതായിട്ടും വരും. ദേശം വിട്ട് പോകുവാനോ നാട്ടിലേക്ക് അവിടെ നിന്നും തിരിച്ചു വരുവാനോ അല്ലെങ്കിൽ വീട് വിട്ട് പോകുവാനോ സാധിച്ചെന്ന് വരാം. ആരോഗ്യത്തിന് ചില്ലറ അലർജിയോ മറ്റസുഖമോ വന്നേക്കാനിടയുണ്ട്. ശത്രുക്കളുടെ ശല്യവും കൂടുതൽ ചെലവും ഉണ്ടായേക്കാനിടയുണ്ട്. എങ്കിലും എല്ലാം പിന്നീട് മാറുന്നതുമാണ്. ബന്ധുക്കളിൽ നിന്നുള്ള സഹായങ്ങളും വരവും ഉണ്ടാകാം. മക്കളുടെ കാര്യങ്ങളിൽ തർക്കങ്ങളോ മറ്റു വിഷമമുണ്ടാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടന്നേക്കാനിടയുണ്ട്. ക്രയവിക്രയം മറ്റ് ഇടപാടുകൾ നടക്കുന്നവർക്ക് തടസ്സമില്ലാതെ കാര്യങ്ങൾ നടക്കുന്നതാണ്. ബിസിനസ്സിൽ നേരിയ പുരോഗതി ഉണ്ടാകും. സ്വന്തം തൊഴിലിൽ നിന്ന് പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നതാണ്. തറവാടിൻ്റെ ഭാഗം വെക്കാനുള്ളവർക്ക് അതിൻ്റെ നടപടിയിൽ ഏർപ്പെടാൻ ശ്രമിക്കേണ്ടതായ സന്ദർഭം ഉണ്ടാകും. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഇടയ്ക്കിടെ തടസ്സം നേരിട്ടേക്കാം. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ചില മാനസിക പ്രയാസങ്ങൾ നേരിട്ടേക്കാം. ഈ മാസം വീഴ്ചയോ പൊട്ടലോ വരാനിടയുണ്ട്. ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം. വിവാഹ ദാമ്പത്യ ബന്ധം സുഖകരമായിരിക്കും. തർക്കങ്ങളുള്ളവർ രമ്യതയിലാവുകയും ചെയ്യും. ബന്ധുക്കളിൽ നിന്നുള്ള സഹായങ്ങളും കൂടിച്ചേരലും ഉണ്ടാകും. കുടുംബസുഖവും സാമ്പത്തികമായി മറ്റു തരത്തിൽ വരവ് ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. വിവാഹ തടസ്സങ്ങളുള്ളവർ ഈ മാസം ശരിയായി വരാൻ സാധ്യതയുണ്ട്. സർക്കാർ ജോലി ശ്രമിക്കുന്നവർക്കും ജോലി കിട്ടുവാനുള്ള കടലാസെല്ലാം ഇത് ശരിയായി വരാനും സാധ്യതയുണ്ട്. ഈ മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് അനുഭവത്തിൽ വരുന്നത്. ശാസ്താവിനും ദേവീക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക. തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ്. അടുത്ത വീഡിയോ കന്നിക്കൂറിൻ്റെ ഡിസംബർ മാസഫലമാണ്. നന്ദി, നമസ്കാരം.